ഈ ഡീൽ ഞങ്ങൾ പൊളിക്കും. ആ ദൗത്യമാണ് എൻ്റെ പാർട്ടിയും മുന്നണിയും എന്നെ ഏൽപ്പിച്ചത്. ഈ ഡീല് പൊളിക്കും. BJP LDF ബാന്ധവം അത് ഡീല് പൊളിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള വിജയം UDF നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള T. ശരചന്ദ്ര പ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. സംസ്ഥാനത്ത് ജില്ലയിലടക്കം ഒട്ടുമിക്ക ഭാഗങ്ങളിലും LDF BJP ബാന്ധവമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. അങ്ങ് ഈ മണ്ഡലത്തിൽ അങ്ങനെ നോക്കിക്കാണുന്നുണ്ടോ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് 65ഓളം സീറ്റുകളിൽ BJP RSS ഇടതുപക്ഷ മുന്നണിയെ സഹായിച്ചു എന്ന് തെളിവ് സഹിതം VD സതീശനും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ സഭയിൽ കാര്യകാരണം നിരത്തിക്കൊണ്ട് സമർത്ഥിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിലും ഭാര്യയുടെ പേരിലും മകൻ്റെ പേരിലും മകളുടെ പേരിലും മകൻ്റെ അമ്മായിയപ്പൻ്റെ പേരിലും ഒക്കെയുള്ള കേസുകൾ സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ബാന്ധവം BJP ആയിട്ടുണ്ടാക്കി. പ്രധാനമന്ത്രി എപ്പോഴെങ്കിലും കേരളത്തിൽ വരുമ്പോൾ വെറുതെ ഒന്ന് സർക്കാരിനെതിരെ പറഞ്ഞിട്ടങ്ങ് പോകും, എന്നിട്ട് ചിരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ ഒരു ബന്ധമുണ്ട്. പിണറായി വിജയനെ BJP എങ്ങനെയാണോ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി അവർ ചോദിച്ചത് 25 സീറ്റെന്നാണ് എൻ്റെ അറിവ്. അത് അവർ 15ലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ ഒത്തുതീർപ്പിൽ 10 കൊടുക്കും എന്നുള്ള നിലയിലാണ്. ആ 10ൽ 6ാമത്തെ മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. ജില്ലയിൽ കഴക്കൂട്ടം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, നേമം, അരുവിക്കര ഈ 4 മണ്ഡലങ്ങളിലും അട്ടിമറിയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിലിപ്പോൾ കഴക്കൂട്ടത്തിലും അത്തരത്തിലുള്ള അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കഴക്കൂട്ടത്തിൽ BJPക്കാരെ ജയിപ്പിക്കുമെന്ന് ധാരണയുള്ള 10 മണ്ഡലങ്ങളിൽ 6ാമത്തെ മണ്ഡലം ഇതാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, CPMൻ്റെ ആളുകൾക്ക് വരെ അറിയാം ഇത് കടകംപള്ളി സുരേന്ദ്രനെ ചാവേറായി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളത്. കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പരസ്യമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ വെറുപ്പിച്ചാൽ നടന്ന സ്വർണ്ണപ്പാളി വിഷയത്തിൻ്റെ കള്ളമെല്ലാം വിളിച്ചു പറയും. എങ്ങനെയാണോ പത്മകുമാർ എന്നെ പുറത്താക്കിയാൽ ഞാൻ ചിലത് വിളിച്ചു പറയും എന്ന് പറഞ്ഞതുപോലെ ആ വിഷയവും ഇവിടെയുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിൽക്കുമ്പോൾ തന്നെയാണ് കടകംപള്ളിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ? സംശയമൊന്നും വേണ്ട. നമ്മുടെ എല്ലാം ധാരണ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകില്ല എന്നായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഒടുവിൽ തീരുമാനിച്ചത് കടകംപള്ളിയെ സ്ഥാനാർത്ഥിയാക്കാതെ വന്നാൽ ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന പോലെയാകും. ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്കുള്ള പാർട്ടി സമ്മതിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് കടകംപള്ളി മത്സരിക്കട്ടെ. അപ്പോഴാണ് ഈ ബാന്ധവത്തിൻ്റെ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടി നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM 3ാം സ്ഥാനത്ത് തന്നെയാണ്, LDF അല്ല, സംശയമൊന്നുമില്ല. പൊതുവിൽ ഈ CPM BJP ഇത്തരത്തിലുള്ള ഡീൽ ഉണ്ടാകുമ്പോഴും അങ്ങിപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ജനങ്ങൾക്ക് നിന്നും എന്ത് റെസ്പോൺസാണ് കിട്ടുന്നത്? എനിക്ക് മണ്ഡലം, എനിക്ക് വ്യക്തിപരമായി ഈ മണ്ഡലം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച, എന്നെ രാഷ്ട്രീയക്കാരനാക്കിയ മണ്ഡലമാണ്. ഈ റോഡ് വളഞ്ഞ് അങ്ങോട്ട് പോയാൽ ചെമ്പഴന്തി SN കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച സ്ഥലമാണ്. എൻ്റെ ചോരയ്ക്കും എൻ്റെ വിയർപ്പിൻ്റെയും ഗന്ധം ഈ മണ്ണിനുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു ബന്ധം എനിക്ക് ഈ മണ്ഡലത്തിൽ എവിടെ ചെന്നാലും, കടകംപള്ളി സുരേന്ദ്രനൊക്കെ MLA ആയി അറിയുന്നയാളായിരിക്കും. ഇതൊന്നുമല്ലാതെ ഞാൻ ഈ ഓഫീസ് ഇരിക്കുന്ന ഈ പ്രദേശം എൻ്റെ അമ്മയുടെ കുടുംബ സ്ഥലമാണ്. ഇവിടെ ആറ്റിപ്ര, കുളത്തൂർ, ഉള്ളൂർ, ചെമ്പഴന്തി, ശ്രീകാര്യം, കഴക്കൂട്ടൊക്കെ വരുന്നത് അങ്ങനെ ബന്ധം. പക്ഷേ എൻ്റെ കുടുംബ ബന്ധത്തിനുമപ്പുറം എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധം അത് വലുതാണ്. ഡീല് പൊളിക്കാമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. ആ ദൗത്യമാണ് എൻ്റെ പാർട്ടിയും മുന്നണിയും എന്നെ ഏൽപ്പിച്ചത്. ഈ ഡീല് പൊളിക്കും. BJP LDF ബാന്ധവം അത് ഡീല് പൊളിച്ച് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള വിജയം UDF നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ വളരെ താമസിച്ചാണല്ലോ തുടങ്ങിയത്. ചുവഴത്തിലും പോസ്റ്റ് ഒട്ടിപ്പിലുമൊക്കെ ഞങ്ങൾ ഇന്ന് രാത്രി കൊണ്ടാണ് ഞങ്ങളിതൊക്കെ ഇന്നും നാളെയായിട്ട് അതെല്ലാം പൂർത്തിയാവും. അതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ പ്രചരണത്തിൽ ഞങ്ങൾ അല്പം പിറകിലുണ്ട്. പക്ഷേ അതൊക്കെ കാര്യം ഞങ്ങൾ ഓൾ ഓഫ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് വരുമ്പോൾ ഒരു വൈകൽ വന്നു. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ കൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് സ്വിച്ച് ഇട്ടതുപോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂട്ടമടക്കം ജില്ലയിൽ എത്ര സീറ്റുകൾ UDF കിട്ടുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ 8നും 10നും ഇടയ്ക്ക് സീറ്റ് നിർബന്ധമായി കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 100% ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും കഴക്കൂട്ടം മണ്ഡലത്തിൽ തിരിച്ചു പിടിക്കാനായിട്ടുള്ള എല്ലാവിധ ആത്മവിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി ശരത്ചന്ദ്ര പ്രസാദ് റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എൽ ഒപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.